عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഓരോരുത്തരുടെയും സമ്പത്തിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട സക്കാത്തിനെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് വർഷം തോറും നൽകേണ്ട ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ ശരീരത്തിൻ്റെയും ശാരീരികമായും ആത്മീയമായുമുള്ള ഒരു ശുദ്ധീകരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, സക്കാത്തുൽ ഫിത്ർ തുഹറത്തുൽ ലിസ്വാഹിമി മിനൽ ലഗ്വി വറഫത്ത്. ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നുമൊക്കെ ഒരു നോമ്പുകാരനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഗുരുവര്യനായ ഇമാം വഖീഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളുടെ നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹാരമാകുന്നത് പോലെ നോമ്പ് കാലയളവിൽ വന്നുപോയ എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതൊക്കെ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹാരമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാവാൻ വലിയ സമ്പത്തിന്റെ ആവശ്യമില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതനുസരിച്ച് എല്ലാ മുസ്ലിമായ സ്വതന്ത്രനായ സാമ്പത്തിക ശേഷിയുള്ള എല്ലാവരുടെ പേരിലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? സാമ്പത്തിക ശേഷിയുടെ മാനദണ്ഡം. ഫിത്ർ സക്കാത്ത് നിർബന്ധമാവാൻ എത്രത്തോളം സമ്പത്ത് ഉണ്ടായിരിക്കണം? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പെരുന്നാൾ രാവിലും പെരുന്നാളിൻ്റെ പകലിലും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, അനുയോജ്യമായ ഭവനം, അതുപോലെ കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വക എന്നിവ കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒന്ന് വിശദമായി ചിന്തിക്കുമ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ഏകദേശം ഭൂരിപക്ഷം ആളുകൾക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമായി വരും. അവിടെ പ്രത്യേകം ഒരു മാനദണ്ഡം ഇസ്ലാം പരിചയപ്പെടുത്തി. കടം വീട്ടാനുള്ള വക എന്ന് പറഞ്ഞു. കടം വീട്ടാനുള്ള വക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾക്ക് 5 ലക്ഷം രൂപ കടമുണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ അദ്ദേഹം താമസിക്കുന്ന വീട്, അതല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം, അതെല്ലാം വിൽപ്പന നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ കടത്തിൻ്റെയും മീത വരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കടം വീട്ടാനുള്ള വകയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പെരുന്നാൾ ദിവസം ആ 5 ലക്ഷം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിന് കടം വീട്ടാനുള്ള വകയുണ്ടാവുക, അഥവാ അദ്ദേഹം താമസിക്കുന്ന വീട്, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാഹനം എന്നിവയൊക്കെ വിറ്റാൽ പോലും അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ കഴിയുമെങ്കിൽ അവർക്ക് പോലും ഫിത്ർ സക്കാത്ത് നിർബന്ധമായി വരും. എന്ന് മാത്രമല്ല, സമ്പത്തിന്റെ സക്കാത്തിനെ നമ്മൾ 8 ഇനങ്ങളായി തിരിക്കുകയും അതിൻ്റെ 8 അവകാശികളെയും പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഫഖീർ, മിസ്കീൻ തുടങ്ങിയ 2 അവകാശികൾക്ക് മാത്രമാണ് അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് കർമ്മശാസ്ത്രം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങളായ ഫഖീർ, മിസ്കീൻ എന്നിവർക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കൊടുക്കുന്നവരാണ് ആലോചിക്കേണ്ടത്. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സക്കാത്ത് വീടുകയില്ല എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഫഖീർ, മിസ്കീൻ എന്നിവർക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ സക്കാത്ത് നിർബന്ധമാവാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, വിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗവും ശവ്വാൽ മാസത്തിന്റെ ആദ്യ ഭാഗവും ഒരാളിൽ ഒരുമിക്കുമ്പോഴാണ് ഈ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. അഥവാ
മഗ്‌രിബിന് ശേഷം ജനിച്ച ഒരു കുഞ്ഞിനോ അതല്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിക്കോ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുകയില്ല. റമദാനിന്റെ അവസാന ഭാഗം അഥവാ റമദാൻ അവസാന നോമ്പ് മാസപ്പിറവി കാണുന്ന സമയം, അതുപോലെ മഗ്‌രിബിന്റെ ശവ്വാലിന്റെ ആദ്യ ഭാഗം ഒരാൾ സംഗമിക്കുമ്പോഴാണ് അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് മസ്അലകൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ സൂചിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.